നമസ്കാരം. ഒരു മാസം പിന്നിട്ടിട്ടും പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുകയാണ്. യുദ്ധത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രത്തിനും മരുന്നു കമ്പനിക്കും നേരെ US-ഇസ്രയേൽ സഖ്യം ചൊവ്വാഴ്ച ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു. അനസ്തെറ്റിക് അർബുദ മരുന്നുകൾ നിർമ്മിക്കുന്ന ഇറാന്റെ ഏറ്റവും വലിയ മരുന്നു കമ്പനിയായ ടോഫിക് ദാരു റിസർച്ച് ആൻഡ് എഞ്ചിനീയറിംഗിനാണ് വ്യോമാക്രമണം നേരെയായത്. കമ്പനിയുടെ മരുന്ന് ഉൽപാദന യൂണിറ്റുകൾക്ക് കേടുപാടുകൾ പറ്റുകയും ചെയ്തു. ഇറാനിയൻ സർക്കാരിനു കീഴിലെ സാമൂഹിക സുരക്ഷാ നിക്ഷേപ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ടോഫിക്. UN ഉപരോധത്തെ തുടർന്ന് ഏറെ കാലമായി മരുന്നുക്ഷാമം നിലനിൽക്കവെയാണ് ഇറാനിലെ ഫാർമ മേഖലയിലേക്കും കൂടി ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. മധ്യ ഇറാൻ നഗരമായ ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രത്തിനു നേരെ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ടിരുന്നു. 2025 ജൂണിൽ US ബങ്കർ ബസ്റ്റർ ബോംബിട്ട ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത്. അന്നത്തെ യുദ്ധത്തിന് 2 ആഴ്ച മുമ്പ് ഇസ്ഫഹാനിലെ തുരങ്കത്തിലേക്ക് 18 നീല കണ്ടെയ്നറുകൾ നിറച്ച ട്രക്ക് പോകുന്ന ഉപഗ്രഹ ചിത്രം പുറത്തു വന്നിരുന്നു. 60% പരിശുദ്ധിയിൽ ഇറാൻ സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാം വരുന്ന യുറേനിയമാണ് ഇതെന്നാണ് US കരുതുന്നത്. കുവൈറ്റ് എണ്ണക്കപ്പൽ ആക്രമിച്ച ഇറാന് ദുബായ് തീരത്ത് കുവൈറ്റിന്റെ എണ്ണക്കപ്പൽ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിലാണ് തീപിടിച്ചത്. കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള അൽ സാൽമി കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. നാവികർക്ക് പരിക്കോ കപ്പലിന് എണ്ണച്ചോർച്ചയോ ഉണ്ടായില്ല. ഇറാന്റെ ഡ്രോൺ നിർവീര്യമാക്കുന്നതിനിടെയാണ് അവശിഷ്ടം വീണ് ദുബായിൽ 4 പേർക്ക് പരിക്കേറ്റത്. ബഹ്റൈനിലും സൗദിയിലും ഇറാൻ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും എത്തുകയും ചെയ്തു. പശ്ചിമേഷ്യയിൽ US സൈനികരുടെ 5 ഒളിത്താവളങ്ങളും ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടാണ് ഇറാന്റെ സൈനിക വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് തെക്കൻ ലെബനിൽ നടത്തുന്ന കരയുദ്ധത്തിനിടെ ഇസ്രായേലിന്റെ 4 പട്ടാളക്കാർ കൊല്ലപ്പെട്ടിരുന്നു. പാരാഷൂട്ടിംഗ് ഉപയോഗിച്ച് കരയിലിറങ്ങി ആക്രമണം നടത്താൻ ശേഷിയുള്ള US കരസേനയുടെ 82ാം എയർബോൺ ഡിവിഷനിലെ ആയിരക്കണക്കിന് പാരാട്രൂപ്പുകളാൽ കൂടിയാണ് പശ്ചിമേഷ്യയിൽ എത്തി തുടങ്ങിയത്. ഇറാന്റെ തന്ത്രപ്രധാനമായ എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗദ്വീപ് പിടിക്കാനാണ് വിന്യാസമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും സമാധാന കരാറിന് ഇറാൻ സമ്മതിച്ചില്ലെങ്കിൽ കരയുദ്ധം എന്ന സൂചന നൽകി മേഖലയിൽ 2500 മറീനുകളെ നേരത്തെ തന്നെ വിന്യസിച്ചിരുന്നു. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കാത്തത് തന്നെ ഇറാനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നായിരുന്നു ട്രംപ് തന്റെ അടുത്ത വൃത്തങ്ങളോട് പറഞ്ഞത്. അതായത് വാൾ സ്ട്രീറ്റ് ജേർണലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. കടലിടുക്ക് തുറക്കാനുള്ള ശ്രമം അതിനുശേഷമാകാം എന്നാണ് പറഞ്ഞത്. അതായത് നിലവിലെ യുദ്ധം ഒന്ന് നിർത്തിയതിനു ശേഷം പിന്നീട് ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം എന്നാണ് പറഞ്ഞു വെച്ചത്. എന്തായാലും ഇറാനെതിരെയുള്ള സൈനിക നടപടി 4 മുതൽ 6 വരെ ആഴ്ചയ്ക്കുള്ളിൽ അവസാനിപ്പിക്കാമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ. അതിനുശേഷം സമ്മർദ്ദം ചെലുത്തി ഹോർമൂസ് തുറപ്പിക്കാൻ ശ്രമിച്ചാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കാലം യുദ്ധം നീളാൻ അത് ഇടയാക്കുമെന്നാണ് ട്രംപിന്റെയും സംഘത്തിന്റെയും പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഇറാന്റെ നേതാക്കളെ USഉം ഇസ്രയേലും ലക്ഷ്യമിടുന്നത് തുടർന്നാൽ ഏപ്രിൽ 1 മുതൽ ആപ്പിൾ, ഗൂഗിൾ, മെറ്റ തുടങ്ങിയ USന്റെ ടെക് കമ്പനികളെല്ലാം ആക്രമിക്കുമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുന്നറിയിപ്പുണ്ട്. ഇറാനിലെ ഓരോ വധത്തിനും പകരമായി ഈ കമ്പനികൾ അവരുടെ ഓരോ യൂണിറ്റുകളുടെ നാശം പ്രതീക്ഷിക്കുന്നുവെന്നാണ് ഭീഷണി. എന്തായാലും ഇറാന്റെ ഉദ്യോഗസ്ഥരെ വധിച്ചാൽ തങ്ങളെ ലക്ഷ്യമിടേക്കാവുന്ന 18 കമ്പനികളുടെ പട്ടികയും IRGC പുറത്തുവിട്ടിരുന്നു. ജീവൻ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തൊഴിലിടങ്ങൾ വിടാൻ ജീവനക്കാരോട് നിർദ്ദേശം നൽകി. അതിനിടെ ഇറാന്റെ സായുധ സേനയുടെ ബഡ്ജറ്റ് ധനകാര്യ മേധാവി ജംഷിൻ ഇഷാഖി ഇസ്രയേൽ US ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്.